ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 2 തീമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. സ്തോത്രം. ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം പ്രതിപാദിക്കുന്ന തടവിൽ നിന്ന് AD 62-63 സ്വതന്ത്രരായതിനു ശേഷം പൗലൂസ് തൻ്റെ 4-ാം മിഷണറി യാത്ര AD 62-63 നടത്തിയതായിട്ട് വേദപണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ യാത്രയിൽ റോമ, സ്പെയിൻ, ക്രേത്ത, മിലത്തോസ്, കൊലോസിയ, എഫസോസ്, ഫിലിപ്പിയ, നിക്കോപോലിസ്, റോം എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചതായി പണ്ഡിതന്മാർ അനുമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് തീമോഥെയോസിൻ്റെ 1-ാം ലേഖനവും തീത്തോസും എഴുതിയെന്നാണ് അനുമാനിക്കുന്നത്. AD 66-67 വർഷങ്ങളിൽ നീറോ ചക്രവർത്തി അദ്ദേഹത്തെ കാരാഗൃഹത്തിലടച്ചു. ഈ സമയത്താണ് എഴുതിയതെന്നാണ് 2 തീമോഥെയോസിൻ്റെ ലേഖനം എഴുതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1-ാം തടവ് കാലത്ത് അവൻ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് കഴിഞ്ഞതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 28-30 ഈ പ്രാവശ്യം ഇരുട്ടും തണുപ്പും നിറഞ്ഞ കാരാഗൃഹത്തിലാണ്. 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. കാരാഗൃഹത്തിൽ താൻ കിടക്കുക. തികച്ചും വ്യക്തിപരമായ പരാമർശമാണ് 4-6 മുതൽ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നീണ്ട വർഷങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ധീര പോരാളിയാണ് പൗലൂസ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ 4 ദിക്കുകളിലുള്ള അതിർത്തിയോളം സുവിശേഷവുമായി യാത്ര ചെയ്തവൻ. റോമൻ റോഡുകളിലൂടെ 10,000 മൈലുകൾ ആ കാലുകൾ താണ്ടി ശിരസും മനസ്സിനുമേറ്റ ക്ഷതങ്ങൾ 2 കൊരിന്ത്യർ 11-23 മുതൽ 28 വരെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. വാർദ്ധക്യത്തിൽ താൻ ധീര പോരാളിക്ക് താങ്ങുവാൻ ആവുന്നതിൽ അധികമാണ് ഏകാന്തതയും ശൈത്യവും ക്ഷീണവും തളർന്ന ശരീരവും കർത്തസന്നിധിയിലേക്ക് വിശ്രമത്തിലേക്കുള്ള പ്രത്യാശയാൽ ദീപ്തമായ മനസ്സുമായി പൗലൂസ് നിജപുത്രനായ തീമോഥെയോസിന് എഴുതുകയാണ്. നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. എൻ്റെ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ശീതകാലത്തിനു മുമ്പ് വരുവാൻ നീ ശ്രമിക്കുക. 2 തീമോഥെയോസ് 4-ന്റെ 9, 13, 21 ഈ വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ഏകാന്തത, തടവ്, നിരാശ, കനത്ത കന്മതിലുകൾ, ശീതം, ഞെരുക്കം. ശീതകാലം അതികഠിനമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള കഷ്ടതയെ അഭിമുഖീകരിക്കുകയാണോ? അല്ലെങ്കിൽ ഒരു നടുക്കുന്ന ശീതകാലം ഉടനെ ഉണ്ടാകുമെന്നുള്ള ഭയപ്പെടുന്നുവോ? എങ്കിൽ ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കാറുണ്ട്. താൻ ഭയപ്പെടുന്ന ശീതകാലത്തെ നേരിടുവാൻ പൗലൂസ് സ്വീകരിച്ച മാർഗങ്ങൾ നമുക്കും ഒരു മാർഗദർശനമാകും. പൗലൂസ് 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. 4-9. കാരണം പൗലൂസ് ഏകനാണ്. കർത്താവിന് വേണ്ടി ബഹുശതം ആത്മാക്കളെ നേടിയവൻ ഇപ്പോൾ ഇരുളടഞ്ഞ മുറിയിൽ ഏകാന്തത അനുഭവിക്കുന്നു.
ലൂക്കോസ് മാത്രമാണ് കൂട്ടിന്. 4:11. ഫുഗലോസും ഹെർമോഗനേസും ആസ്യക്കാർ എല്ലാവരും ദേമാസും പൗലൂസിനെ ഉപേക്ഷിച്ചു പോയി. 4:10. ക്രോസ്തോസും തീത്തോസും തിഹിക്കോസും വിവിധ ഇടങ്ങളിലേക്ക് പോയിരിക്കുന്നു. ആയതിനാൽ എനിക്ക് നിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് എൻ്റെ നിര്യാണവും അടുത്തിരിക്കുന്നു എന്ന് പൗലൂസ് പറയുക. മാത്രമല്ല, മർക്കോസിനെയും കൂട്ടിക്കൊണ്ടുവരിക. ഒന്നാം മിഷണറി യാത്രയിൽ പൗലൂസിനെയും ബർന്നബാസിനെയും വിട്ടുപോയവനാണ് മർക്കോസ്. അപ്പോസ്തലപ്രവൃത്തി 13:13 നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നാം മിഷണറി യാത്രയിൽ പൗലൂസിനെയും ശീലാസിനോടൊപ്പം പൗലൂസിൻ്റെ മച്ചൂനനായ ഈ മർക്കോസിനെ കൂട്ടിക്കൊണ്ടാണ് അവർ ഒന്നാമത്തെ യാത്രയിൽ പോയത്. അവർ പോകുന്ന യാത്രയിൽ പെർഗയിൽ വെച്ച് അവരെ മടങ്ങിപ്പോകുവാൻ താല്പര്യപ്പെട്ടു. അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട് ത്രോമാസിൽ വന്ന് കുപ്രോസ് ദ്വീപിലൂടെ യാത്ര ചെയ്ത് പെർഗ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ മർക്കോസ് പറഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇടയ്ക്ക് വിട്ടുപോയ ഈ മർക്കോസിനെയും കൂടെ നീ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം. രണ്ടാം യാത്രയിൽ മർക്കോസിനെ കൊണ്ടുപോകണമെന്ന് ബർന്നബാസ് പൗലൂസിനോട് പറഞ്ഞപ്പോൾ പൗലൂസും ബർന്നബാസും തമ്മിൽ ഉഗ്ര വാക്കുവാദമുണ്ടായി അവർ രണ്ടുപേരും പിരിഞ്ഞുവെന്ന് കാണുന്നുണ്ട്. പൗലൂസും ശീലാസും ബർന്നബാസും മർക്കോസും സഹായിയായി കൂട്ടിയാണ് പിന്നീടും യാത്ര ചെയ്തത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അവർ തമ്മിൽ രമ്യതയിലായി. പൗലൂസ് ഒന്നാം കാരാഗൃഹവാസത്തിൽ മർക്കോസ് അവനെ ശുശ്രൂഷിച്ചു. അതിനാൽ മർക്കോസിനെയും കൂട്ടിക്കൊണ്ടുവരിക. കഷ്ടതയുടെ നാളുകളിൽ ഏറ്റവും അടുത്ത വ്യക്തികളുടെ സഹായം തേടുക. അത് ഏകാന്തത മാറ്റുവാനും ധൈര്യം പകരുവാനും നമ്മളെ ഉപകരിക്കുന്നതാണ്. രണ്ടാമത് താൻ പറഞ്ഞത് പുതപ്പ് നീ കൊണ്ടുവരണം. 4:13. കമ്പിളിപ്പുതപ്പ് ആകാനാണ് സാധ്യത. ത്രോമാസിൽ കർപ്പോസിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അനേക ശൈത്യകാലങ്ങളിൽ പൗലൂസിന് സന്തത സഹചാരിയായിരുന്ന ഈ പഴയ പുതപ്പ് മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ തിരകളടിച്ച് നനഞ്ഞു പോയ ഒരു പുതപ്പ്, ഇഗ്നേഷ്യൻ റോഡിലെ പൊടിയേറ്റ് മങ്ങിയ ഒരു പുതപ്പ്, ലുസ്രയിൽ വെച്ച് കല്ലേറിലേറ്റ മുറിപ്പാടുകളിൽ നിന്ന് വാർന്നൊഴിയ രക്തത്താൽ ചുമന്ന പുതപ്പ് ഇപ്പോഴത് നിറം മങ്ങി കീറി തുന്നിക്കുട്ടിയതാണ്. പക്ഷേ ഈ ശീതകാലത്ത് അത് പൗലൂസിന് ഒരാശ്വാസമാണ്. പൗലൂസ് പറയുകയാണ്, എൻ്റെ ആ പുതപ്പ് നീ ഒന്ന് കൊണ്ടുവരണം. മൂന്നാമത് താൻ പറഞ്ഞത് എൻ്റെ പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതവും കൊണ്ടുവരണം. പുസ്തകങ്ങൾ പപ്പറീസ് ചുരുളുകളിലായിരുന്നു അന്ന് എഴുതിയിരുന്നത്. ചർമ്മലിഖിതം തോൾ ചുരുളുകളിലായിരുന്നു എഴുതിയിരുന്നത്. പഴയ നിയമഭാഗങ്ങളും കാരാഗൃഹത്തിൻ്റെ ഏകാന്തതയിൽ മരണം ഏതാനും വരെ മാത്രം അകലെയായിരിക്കുമ്പോൾ എത്ര ആശ്വാസകരമാണ് ദൈവവചനം. കടലിലൂടുള്ള മടുപ്പുള്ള നീണ്ട യാത്രയിൽ പൗലൂസിന് ആശ്വാസമായിരുന്നവ വനാന്തരങ്ങളിലൂടെ ജീവരക്ഷയ്ക്കായി ഓടിയ
ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ കഷ്ടതയുടെ നടുവിലും നല്ല നാളെ പ്രവചന ദൃഷ്ടിയാൽ ദർശിച്ച പ്രവാചകന്മാരുടെ വശസ്സുകൾ. എത്ര ആശ്വാസകരമാണിത്. പൗലോസ് പറയുകയാണ്, ഈ 3 കാര്യങ്ങൾ ശീതകാലത്തിനു മുമ്പ് കൊണ്ടുവരിക. താൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. തീമോഥെയോസ് ഈ 3 കാര്യങ്ങൾ കൊണ്ടുവരുവാനായി താൻ പോവുകയാണ്. 1, മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരണം. 2, പുതപ്പ് കൊണ്ടുവരണം. 3, തൻ്റെ പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. ഓരോ ദിവസം കാരാഗൃഹത്തിൽ പൗലോസ് ഇങ്ങനെ ജനലിലൂടെ നോക്കാറുണ്ട്. സഹതടവുകാർ തന്നോട് ചോദിക്കും, അങ്ങ് ആരെയാ നോക്കുന്നത്? അപ്പോൾ പറയും, എൻ്റെ മകൻ തീമോഥെയോസ്, അവൻ എൻ്റെ പുതപ്പ് കൊണ്ടുവരും. എൻ്റെ ഈ ശീതകാലത്ത് എനിക്ക് സഹായമായി തീരേണ്ടതിന് അവൻ പുതപ്പ് കൊണ്ടുവരും. അപ്പോൾ നോക്കി കാണായികയാൽ വീണ്ടും പൗലോസ് പോയി ഇരിക്കും. വീണ്ടും താൻ എഴുന്നേറ്റ് നോക്കുമ്പോഴും ഈ സഹതടവുകാർ ചോദിക്കും, അങ്ങ് ആരെയാണ് നോക്കുന്നത്? അപ്പോൾ പറയും, എൻ്റെ മകൻ തീമോഥെയോസ് വരും, അവൻ എൻ്റെ പുതപ്പ് കൊണ്ടുവരും, എൻ്റെ പുസ്തകങ്ങൾ കൊണ്ടുവരും, മർക്കോസിനെയും കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ നാം വായിക്കുന്നത്, അവൻ വരാൻ താമസിച്ചു പോയി. പൗലോസിൻ്റെ നിര്യാണം അടുത്തു. പൗലോസിൻ്റെ തല ഛേദിക്കപ്പെട്ടു. അങ്ങനെ പൗലോസിൻ്റെ തല ഛേദിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തീമോഥെയോസ് പുസ്തക ചുരുളുകളും ചർമ്മലിഖിതങ്ങളും പുതപ്പും എല്ലാമായി താൻ കടന്നു വരികയാണ്. താൻ കടന്നു വരുമ്പോൾ താനിങ്ങനെ കാരാഗൃഹത്തിന് ചുറ്റും നടക്കുകയാണ്. അവർ ചോദിച്ചു, ആരെയാ നോക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവ് പൗലോസിനെ നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിന്നെ എപ്പോഴും നോക്കുമായിരുന്നു, നിന്നെ അന്വേഷിക്കുമായിരുന്നു, പക്ഷെ നീ താമസിച്ചു പോയി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തല ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. തീമോഥെയോസ് വലിയ നിലവിളിയോടെ, എൻ്റെ അപ്പാ തീമോഥെയോസേ, പൗലോസേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയെന്നാണ് ചരിത്രം പറയുന്നത്. അതേ പ്രിയമുള്ളവരെ, ശീതകാലത്തിന് മുമ്പ് നീ വരുവാൻ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതെ താമസിപ്പിക്കാറുണ്ട്. പൗലോസിൻ്റെ ആഗ്രഹം, ശീതകാലത്തിന് മുമ്പ് നീ ഒന്ന് വരിക. ആ പുതപ്പെനിക്കൊരാശ്വാസമായിരിക്കും. ആ വചനങ്ങൾ എനിക്ക് വായിച്ച് എനിക്കൊരാശ്വാസമായിരിക്കും. പക്ഷെ അത് സാധിക്കാതെ പോയി. തൻ്റെ മരണസമയത്ത് താൻ പാടി, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെ, പൗലോസ് ഒരു പോരാളിയായിരുന്നു. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു. പൗലോസ് ഒരു ഓട്ടക്കാരനായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഒരു വിശ്വാസ വീരനായിരുന്നു. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. നമുക്കും പറയാൻ കഴിയുമോ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ അതൊരു ഭാഗ്യമാണ്. പൗലോസിനെ പോലെ നാമുമായി തീരാൻ ദൈവം സഹായിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.